നമുക്ക് അറിയാവുന്ന ഒരാളാണ് സാന്റിയാഗോ മാർട്ടിൻ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 250 കിലോമീറ്ററും താങ്കൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഏതാണ്ട് 200 കിലോമീറ്ററോ മാത്രം ഉള്ള ആളാണ് സാന്റിയാഗോ മാർട്ടിൻ. അയാളാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയിരിക്കുന്നത്, 1368. നോക്കൂ, അന്യ സംസ്ഥാന ലോട്ടറി എന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് സാന്റിയാഗോ മാർട്ടിൻ ആയിരുന്നു. ആ അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിൽ നിലനിർത്താൻ വേണ്ടി വലിയ നിയമ പോരാട്ടം അടക്കം നടത്തുകയും നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. നോക്കൂ, ഈ കമ്പനി 1368 കോടി രൂപ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു കൊള്ളക്കാരൻ ആ നിലയിൽ പണം നൽകണമെങ്കിൽ ഒരു വലിയ കൊള്ള നടത്തുന്നതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ 1368 എന്ന കാര്യം ഉറപ്പല്ലേ? അല്ല, നിങ്ങളാ പറയുന്നതിലൊന്നും എനിക്ക് ബോധ്യമാവുന്നില്ല. കാരണം സാന്റിയാഗോ മാർട്ടിൻ മാത്രമല്ല, മുത്തൂറ്റ് ഫിനാൻസ് 3 കോടി മേടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ, ഇവിടുത്തെ പല ചാനലുകളിലും മുത്തൂറ്റ് ഫിനാൻസിൻ്റെ പ്രചരണം പോകുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ കൊള്ളക്കാരെ പ്രചരിപ്പിക്കുക? നിങ്ങൾ പറയുന്നതിൽ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നവനും ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നവനും ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെങ്ങനെ പൈസ ഉണ്ടാക്കി എന്നുള്ളതല്ല ചോദ്യം. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിൽ പൈസ കൊടുത്തില്ലെങ്കിലും സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും. അയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു വഴി കൂടെ. നിയമപരമായി സാന്റിയാഗോ മാർട്ടിൻ ഉണ്ടാക്കുന്ന പൈസ കള്ളക്കടത്തോ കള്ള രീതിയിലുള്ള ഏർപ്പാടോ ആണെങ്കിൽ അതിന് റിപ്പോർട്ടർ ചാനലടക്കമുള്ള ആളുകൾക്ക് കോടതിയിൽ പോകാൻ, ചോദ്യം ചെയ്യാം, അത് തടയാം. എൻ്റെ ചോദ്യം, 3 കോടി മേടിച്ച മുത്തൂറ്റും 132 കോടി മേടിച്ച സാന്റിയാഗോ മാർട്ടിനും, ഇവർ രണ്ടുപേരും ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു. ഞാൻ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന ആൾക്കും മേടിക്കുന്ന ആളും അതിൻ്റെ KYC ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ടാക്സ് കൊടുക്കണം, രണ്ടുപേരുടെയും ബാലൻസ് ഷീറ്റിൽ ആ പൈസ ഉണ്ടാവും. ഇതൊന്നും കള്ളത്തരത്തിൽ ആർക്കെങ്കിലും കൊടുത്തതല്ലല്ലോ. ഏതെങ്കിലും തരത്തിലൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കൊടുത്തതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, ഇലക്ട്രൽ ബോണ്ട് പാടില്ല എന്ന് തീരുമാനിച്ച് അങ്ങനത്തെ ഒരു നിയമം വരികയോ അല്ലെ അങ്ങനത്തെ ഒരു തീരുമാനം വരികയാണെങ്കിൽ അതങ്ങനെ ആവാം. ഞാൻ ചോദിക്കുക, ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുൻപും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോഴും പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിന് പൈസ കിട്ടി. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. നോക്കൂ, നേരത്തെയും ഈ പറയുന്ന കോർപ്പറേറ്റുകൾ സംഭാവന നൽകി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതിന് ശേഷം ഇത് ഒരു വെള്ളപ്പണമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്നു. നേരത്തെയും ഒരുപക്ഷെ ഇവർ അക്കൗണ്ട് മുഖാന്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിട്ടുണ്ടാകും. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് അതേപടി നിലനിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ഹർജി വന്നു. ആ ഹർജി പരിഗണിക്കാതെ 2017 ആ ഹർജി വരുന്നത്. 2024 വരെ സുപ്രീം കോടതി അത് നീട്ടിക്കൊണ്ടുപോയി. കേന്ദ്ര സർക്കാർ അതിശക്തമായി പോരാടി ഈ ഇലക്ട്രൽ ബോണ്ട് നിലനിർത്താൻ. അത് കഴിഞ്ഞ് സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആർട്ടിക്കിൾ 19(1)(a) ലംഘനമാണ് എന്നും കണ്ടെത്തിയതിന് ശേഷം SBI ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ഡാറ്റ പുറത്തുവിടാൻ ശ്രമിച്ചു. ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ട് പോലും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, 2018-2019 കാലഘട്ടത്തിലെ 2500 കണക്ക് പറയുന്നുമില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ദുരൂഹത കൂടുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. എന്ത് ദുരൂഹതയാണ്? താങ്കളൊന്ന് പറഞ്ഞു തരൂ, എന്താണ് ദുരൂഹത? എനിക്കിതിൻ്റെ ദുരൂഹത മനസ്സിലായിട്ടേ ഇല്ല. ഞാൻ ചോദിക്കണത്, സാന്റിയാഗോ മാർട്ടിൻ ഈ പറഞ്ഞ എത്രയാ കോടി, ആ 1368 കോടി രൂപ, ആ കോടി രൂപ 1368. അതിൻ്റെ രണ്ടാമത്തെ സാന്റിയാഗോ മാർട്ടിൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആന്ധ്രയിലുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനി 960 കോടിയാണ്, MEIL. അപ്പോൾ അവിടെ ഈ സാന്റിയാഗോ മാർട്ടിൻ ആയാലും MEIL ആണെങ്കിലും അതുപോലെ മുത്തൂറ്റാണെങ്കിലും, ഞാനതിനെ പറഞ്ഞ മുത്തൂറ്റാണെങ്കിലും ഒരു ഇലക്ട്രൽ ബോണ്ട് എടുത്ത് അവർക്കിഷ്ടമുള്ള ആളുകൾക്ക് അവർ പൈസ കൊടുക്കുന്നു. ആ ഇഷ്ടമുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുന്നത് ശരിയോ തെറ്റോ ആണോ എന്നുള്ളതല്ല ചർച്ച. അല്ലെങ്കിൽ സുപ്രീം കോടതി ഇതിനെ അസ്ഥിരമാക്കിയതിൻ്റെ അടിസ്ഥാനം എന്താ? ഇലക്ട്രൽ ബോണ്ടിൽ വിവരങ്ങൾ സാധാരണക്കാരന് അറിയണം.
അത് ആർട്ടിക്കിൾ 19(a) വയലേഷനാണ്. അവിടെ തന്നെ എനിക്കൊരു ടെക്നിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. വാസ്തവത്തിൽ വ്യക്തിയുടെ സ്വകാര്യത നിലനിർത്താൻ അവകാശമുണ്ട് എന്ന് ഏറെ വാദിച്ചവരാണ് റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള എല്ലാവരും. അപ്പോൾ വ്യക്തിയുടെ സ്വകാര്യത ആർട്ടിക്കിൾ 21 വ്യക്തിയുടെ സ്വകാര്യതയും വോട്ടേഴ്സിൻ്റെ സ്വകാര്യതയും ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നു. ആ കോൺഫ്ലിക്റ്റിൽ ഏതാണ് വലുതെന്ന് ചോദിക്കുമ്പോൾ സുപ്രീം കോടതി പറയുന്നു വോട്ടേഴ്സിൻ്റെ സ്വകാര്യതയാണ് വലുതെന്ന് പറഞ്ഞാൽ നമ്മളത് തീരുമാനിക്കാം. പക്ഷെ എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം താങ്കളോട് ഇത് ഒരു അങ്ങേയറ്റത്തെ കുഴപ്പമുണ്ടാവുന്ന ഒരു സാധനമാണ്. ഇത് മഹാപെശകാണ്. ഇത് വേറെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിനെ ഇത്ര വലിയ കൊള്ള എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ഷമാ മുഹമ്മദ്? അടിസ്ഥാനം പറ. നിങ്ങളിപ്പോൾ നേരത്തെ വ്യക്തമാണ്. ബി ഗോപാലകൃഷ്ണൻ താങ്കളുടെ നിലപാട് വ്യക്തമാണ്. Debate with MV Nikesh Kumar.